ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സിൽ നമ്മൾ ആദ്യമേ തന്നെ ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് തുടങ്ങാം, അവസാനം അമേരിക്കയിൽ ചെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ അതിൽ ഇന്ത്യ പാകിസ്ഥാനിൽ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ ഒരു വാണിംഗ്, അതേപോലെ ഒരു മുന്നറിയിപ്പ്. അതായത് ഞങ്ങൾ ഒരിക്കൽ കൂടി പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് ഒരു ആക്രമണം നടത്തേണ്ടി വരും, അതിനുള്ള സാഹചര്യത്തിന് വഴി ഒരുക്കുകയാണ് പാകിസ്ഥാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തികച്ചും POK നടക്കുന്ന പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ഗുജറാത്ത് സൈഡിലുള്ള ഒരു ബോർഡർ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഈ കറാച്ചി ഭാഗങ്ങളൊക്കെ ആ ഏരിയയിലാണ് വരുന്നത് പാകിസ്ഥാൻ്റെ. ഈ ഏരിയയിൽ പാകിസ്ഥാൻ കുറച്ച് വീക്കാണ്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഈ POK ഭാഗത്തേക്കുള്ള ആക്രമണങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് നമ്മളുടെ നേവൽ വാർഷിപ്പുകളെ കൊണ്ട് നമ്മൾ ഗുജറാത്തിൻ്റെ ആ ഒരു സൈഡിലേക്കാണ് കറാച്ചി എയിം ചെയ്തുകൊണ്ട് ഇന്ത്യ എപ്പോഴും ഒരു ഡിഫൻസ് മെക്കാനിസം അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ ഡിഫൻസ് പ്രഷറിലാണ് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ പലപ്പോഴും അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ അവർ POK ഫോക്കസ് ചെയ്യണോ അല്ലെങ്കിൽ കറാച്ചി സേവ് ചെയ്യണോ എന്നുള്ള രീതിയിൽ അറിയാതെ കടന്ന് വെപ്രാളപ്പെടുന്ന ഒരു രംഗം അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ തികച്ചും പാകിസ്ഥാൻ്റെ ISI സ്ട്രാറ്റജിക് മൂവ്മെന്റ് എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ ഗുജറാത്തിൻ്റെ ആ ബോർഡറിൽ നിന്നും ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നില്ലേ ആ ഒരു ഭാഗം, ആ ഒരു പോർഷൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് തൊട്ട് മുകളിലായിട്ട് അതായത് ആ ഒരു ബോർഡറിൽ നിന്നും ഒരു 20 കിലോമീറ്റർ റേഞ്ചിൽ ഒരു 8 കിലോമീറ്റർ ലെങ്ത് വരുന്ന വലിയ ഒരു ബേസ്, മിലിറ്ററി എയർ ബേസ് നിർമ്മിക്കുകയാണ്. അപ്പോൾ ഇവരെന്തുകൊണ്ടാണ് ഇവിടെ ഒരു മിലിറ്ററി ബേസ് ഇത്രയും കാലം ഇല്ലാണ്ട് പുതിയതായിട്ട് വന്ന് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പാകിസ്ഥാൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നെങ്കിൽ ബലൂചിസ്ഥാൻ മേഖലയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ സൈഡിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ആർമി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ഒരു മിലിറ്ററി ബേസ് നിർമ്മിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ബലൂചിസ്ഥാൻ ആർമിയെ ഈ രീതിയിലൊരു ബേസ് ഇട്ടുകൊണ്ട് അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അവിടെ ഉള്ളത്. ഇത് തികച്ചും ഇന്ത്യക്ക് കൗണ്ടർ പോയിന്റ് ആയിട്ട് തന്നെയാണ് ഇവിടെ ഒരു ബേസ് വരുന്നത്. അതായത് അമേരിക്കയ്ക്ക് ഒരു മിനറൽ ഡീലൊക്കെ കൊടുക്കുന്നതിന് ഭാഗമായിട്ട് അമേരിക്ക സൈലന്റ്ലി ഒരു ഓക്കെ പറഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ ഈ മിലിറ്ററി ബേസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റലിജൻസ് വിവരപ്രകാരം വന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK-യും USA-യും ഇതിന് ഇൻഡയറക്റ്റ് ആയിട്ട് ഫണ്ട് ചെയ്യുന്നുണ്ട്. ഓപ്പൺ വേയിലൂടെയല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ഫണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വാർത്ത. അതായത് UK-യുടെ ഗവൺമെന്റോ അല്ലെങ്കിൽ UK-യുടെ ഗവൺമെന്റ്, UK അറിയാലോ പാകിസ്ഥാന്റെ ഫുൾ ലോബിയാണ് UK. അതേപോലെ തന്നെ USA-യിലും ഇപ്പം ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനിൽ പാക് ലോബി നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്ത് നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഇവരുടെ ഇൻഫ്ലുവൻസ് ത്രൂ ഇവിടെ ഒരു ബേസ് നിർമ്മിക്കാനുള്ള പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിനെയാണ് ഇന്ത്യ ശക്തമായി എതിർക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇന്ത്യ കൊടുക്കുന്ന ഒരു താക്കീതാണ്. ഇത് താക്കീതോട് നിന്നാൽ മാത്രം പോരാ, തീർച്ചയായിട്ടും അവിടെ കയറി അടിക്കണമെങ്കിൽ അടിക്കണം. അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിനെ ഫണ്ട് ചെയ്യുന്ന UK-യോ USA-യോ ഇതിന്റെ പുറകിലുണ്ടെങ്കിൽ അവർ ശബ്ദമുയർത്തട്ടെ. അങ്ങനെ ഈ ഒളിഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ മുഖമുടി വലിച്ചു കീറി പുറത്തോട്ട് വരട്ടെ അവർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ത്യ അവിടെ സ്ട്രൈക്ക് ചെയ്യേണ്ടി വന്നാൽ സ്ട്രൈക്ക് ചെയ്യണം. അത് രാജ്നാഥ് സിംഗ് പറഞ്ഞാൽ മാത്രം പോരാ, അവിടെ സ്ട്രൈക്ക് ചെയ്യുക തന്നെ വേണം. 2 ദിവസത്തെ സന്ദർശനത്തിനായി അഫ്ഗാനിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ അമീർ ഖാൻ മുത്തഖി ഇന്ത്യയിലേക്ക് വരികയാണ്. 2 ദിവസത്തെ സന്ദർശനം. ഇതിനകത്ത് ഒരുപാട് ഇന്റലിജൻസ് വിവരങ്ങൾ അടങ്ങിയ ഒരു മീറ്റിംഗ് ആയിരിക്കും ഈ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള മീറ്റിംഗ്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലുപരിയായിട്ടുള്ള രീതിയിലുള്ള എഗ്രിമെന്റുകളും വ്യാപാര ചർച്ചകളും ഇതെല്ലാം തന്നെ നടക്കും. അതിൽ യാതൊരു മാറ്റവും ഇല്ല. ഇപ്പം അമേരിക്ക ചാബഹാർ പോർട്ടിലേക്ക് സാങ്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള വ്യാപാരം ഏത് രീതിയിൽ നടത്തണം, എങ്ങനെ മുന്നോട്ട് പോകും, ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ചയാവും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇന്ത്യ ചാബഹാർ പോർട്ട് ഉപയോഗിക്കില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഇന്ത്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അമേരിക്കയുടെ സാങ്ഷൻസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇന്ത്യ ആ ഒരു പോർട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് വാർത്ത. റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കീവ് നഗരത്തിന്റെ മേളിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങളാണ് റഷ്യ അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കീവിന്റെ മേളിൽ തുടരെ ഇങ്ങനെ ആക്രമണം നടത്തുന്ന റഷ്യ ശരിക്കും പറഞ്ഞാൽ അവർ പറയുന്ന പറഞ്ഞാൽ കീവ് എയർ ഡിഫൻസ് സിസ്റ്റം കംപ്ലീറ്റ് ഫെയിലിയർ ആണ്. അവിടെ പല സ്ഥലത്തും പാട്രിയോട്ട് മിസൈൽ സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും കംപ്ലീറ്റ്ലി ഫെയിലിയർ ആണെന്നാണ് റഷ്യ പറയുന്നത്. റഷ്യ അതിലുപരിയായിട്ട് പല മിസൈലുകൾ കൊണ്ടുള്ള വാണിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഉക്രൈൻ ഇതൊരു അവസാനത്തെ അവസരമാണ്. ഇതിലും അവർ നന്നാവാൻ തീരുമാനിക്കുന്നില്ല എങ്കിൽ റഷ്യ അതിരൂക്ഷമായ നിലയിൽ ആക്രമണം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടിട്ട് യൂറോപ്പിലെ ഇമ്മാനുവൽ മാക്രോൺ അതിശക്തമായിട്ടുള്ള നിലപാടും പ്രഖ്യാപനവും നടത്തിയിരിക്കുകയാണ്. ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞിരിക്കുന്നത് യൂറോപ്പ്, നാറ്റോ എല്ലാവരും കൂടി ഒരുമിച്ച് റഷ്യ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന എണ്ണക്കപ്പലുകൾ, ഈ ഓയിൽ ടാങ്കർ വെസൽസ് ഉണ്ടല്ലോ, ഇത് മൊത്തം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് ഇമ്മാനുവൽ മാക്രോൺ. അതായത് റഷ്യയുടെ എണ്ണക്കപ്പലുകളെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റഷ്യയുടെ എണ്ണക്കപ്പലുകളെ സീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റഷ്യയെ ഓപ്പണായിട്ട് യുദ്ധത്തിന് ക്ഷണിക്കുന്നതിന് സമാനമാണ്. അത് ലോകത്ത് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. വളരെ ഈസി ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ റഷ്യ ഏത് അറ്റം വരെയും പോകും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആരെങ്കിലും ഒരു ആണവായുധം എടുത്തുകൊണ്ട് പോയി ഇട്ട് പൊട്ടിക്കണം, എന്നാൽ മാത്രമേ ഈ യുദ്ധം നിൽക്കൂ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ആ രീതിയിലാണ് 2 ചേരികളും അങ്ങോട്ടും ഇങ്ങോട്ടും വടംവലി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും ഇതൊരു ഗ്ലോബൽ സേഫ്റ്റിക്ക് നല്ലതല്ല. ഇത് നിലവിലുള്ള ഒരു ലോകക്രമത്തിന് നല്ലതല്ല ഈ റഷ്യ ഉക്രൈൻ യുദ്ധം ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത്.
അപ്പൊ അങ്ങനെ യൂറോപ്പിൽ വീണ്ടും വിവിധ വിഷയങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യു കെക്കുള്ളിൽ ആന്റിസെമിറ്റിസം, അതായത് യു കെ അറിയാമല്ലോ, യു കെ ഒരു ഇസ്ലാമിക് കൺട്രി ആയിട്ട് മാറാൻ വേണ്ടി ഇരിക്കുന്ന ഒരു രാജ്യമായിട്ടാണ് പലരും കരുതുന്നത്. ട്രംപ് വരെ അങ്ങനെ തന്നെയാണ് പറഞ്ഞു വെച്ചത്. ഒരു വ്യക്തി കത്തി എടുത്തുകൊണ്ട് പോയി യഹൂദന്മാർ നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് 2 യഹൂദന്മാരെ ഈ കത്തി ഉപയോഗിച്ച് ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിൽ 2 പേര് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വാർത്ത. കീർ സ്റ്റാർമർ ഇതിനെ ശക്തമായ രീതിയിൽ ഇതിനെതിരെ പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ പ്രസ്താവന പുറത്തിറക്കിയിട്ട് മാത്രം കാര്യമൊന്നുമില്ല. യു കെയിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നതിൽ അതിശയിക്കാനൊന്നുമില്ല. അതേപോലെ ജർമ്മനിക്ക് ബോംബ് ഭീഷണി, യു കെക്കുള്ളിലും ബോംബ് ഭീഷണി. എസ്റ്റോണിയ ആണെങ്കിൽ ഒരു 500 മില്യൻ്റെ ആയുധങ്ങൾ ഞങ്ങൾക്ക് ഉടനടി വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക എടുത്ത്. കാരണം അമേരിക്കയാണ് അവരുടെ സെക്യൂരിറ്റി കാര്യങ്ങൾ, മീൻസ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, പൈസ മേടിച്ചിട്ട് ആയുധങ്ങൾ ഇറക്കി കൊടുക്കുക. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഞങ്ങളുടെ സെക്യൂരിറ്റി മെഷേഴ്സ് എക്സ്പാൻഡ് ചെയ്യണമെന്നാണ് എസ്റ്റോണിയ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് റഷ്യ ഇപ്പോൾ എസ്റ്റോണിയയെ അങ്ങ് പിടിച്ചുകൊണ്ട് പോകാനിരിക്കുകയാണല്ലോ. കാരണം കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഉക്രൈനിലല്ല ആക്രമണം നടക്കുന്നത്, എസ്റ്റോണിയയുടെ മേലിലാണ് ആക്രമണം നടക്കുന്നത്. ആ രീതിയിലാണ് യൂറോപ്പ് അതിനെ മാറ്റി തീർക്കുന്നത്. അങ്ങനെയാണ് എസ്റ്റോണിയ യൂറോപ്പ് രാജ്യങ്ങൾ ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്. റഷ്യ ഫിൻലാൻഡിനെ ആക്രമിക്കുന്നു, റഷ്യ എസ്റ്റോണിയ ആക്രമിക്കുന്നു, റഷ്യ ലാറ്റ്വിയയെ ആക്രമിക്കുന്നു, റഷ്യ പോളണ്ടിനെ ആക്രമിക്കുന്നു, ബെലാറസ് ത്രൂ വന്ന് ആക്രമിക്കുന്നു എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. ഉക്രൈൻ ഇപ്പോൾ കഴിഞ്ഞ ഒരു 1.5 ആഴ്ചയായിട്ട് ചർച്ചയിലേ ഇല്ല, മെയിൻ പിക്ചറിൽ സീനിലേ ഇല്ല. അതായത് ഒരു രീതിയിലും റഷ്യ ഒരു ആക്രമണവും നടത്താത്ത രാജ്യങ്ങളൊക്കെയാണ് ഇപ്പം അവർ ക്ലെയിം ഉന്നയിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ക്ലെയിം ഉന്നയിച്ച സ്ഥിതിക്ക് ഇവരൊക്കെ യുദ്ധക്കൊതിയന്മാരായിട്ട് ഇരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ രീതിയാണ് കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്. ആ സാഹചര്യത്തിലാണ് എസ്റ്റോണിയ ഞങ്ങളുടെ സെക്യൂരിറ്റി മെഷേഴ്സ് ഞങ്ങൾക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് 500 മില്യൻ്റെ ആയുധങ്ങൾ ഇമീഡിയറ്റ് ആയിട്ട് എസ്റ്റോണിയയ്ക്ക് സപ്ലൈ ചെയ്യണമെന്ന് അമേരിക്ക എടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഫ്ലോട്ടില വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഫ്ലോട്ടില ക്യാമ്പയിൻ ഇപ്പോൾ പരാജയപ്പെട്ട് ശരിക്കും ഏതാണ്ട് 9 കിലോമീറ്റർ ദൂരം വരെ ചില മിസ്സിംഗ് ആയിട്ടുള്ള, അതായത് ഇസ്രായേലിനെ കൊണ്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്ത ഏതാണ്ട് 40ഓളം ഫ്ലോട്ടിലാസ് ആണ് വന്നത്. അപ്പോൾ ഈ 40 എണ്ണത്തിൽ ചിലതൊക്കെ മിസ്സായി ഇങ്ങനെ ട്രാവൽ ചെയ്ത് വന്ന് ഗാസയോട് ഏതാണ്ട് 9 കിലോമീറ്റർ ദൂരത്തിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. I'm sure you guys can guess where I am because it's pretty much an empty room. That's right, I'm inside one of the vessels, one of the largest vessels to come in this Yom Kippur flotilla. And while we're processing this boat, there's one thing missing, guys. All this aid that they were supposed to bring into Gaza, which explains one thing to me, I'm sure it explains to you, that when we and multiple other countries offered them to take this aid and bring it to the Gazans, we could facilitate its safe arrival, they flat out rejected it. And now we know why, because it was never about bringing aid to Gazans, but it was all about the headlines and the social media followings. ചില ബോട്ടുകളെയൊക്കെ ഇസ്രായേൽ വെടിവെച്ച് തന്നെ വീഴ്ത്തിയിട്ടുണ്ട്, ചില ബോട്ടുകളെയൊക്കെ വെടിവെച്ച് മുക്കിക്കളഞ്ഞിട്ടുണ്ട്, കുറേ ബോട്ടുകളെയൊക്കെ ഇസ്രായേൽ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതേപോലെ ഈ ബോട്ടിൽ വന്ന ആൾക്കാരെ മൊത്തം 497 ആൾക്കാരുണ്ടായിരുന്നു. അതിൽ ആദ്യമേ തന്നെ ഈ ഗ്രേറ്റ തൻബർഗിനെ അറസ്റ്റ് ചെയ്തിട്ട് അവർക്കൊരു മൈക്കും കൊടുത്ത് നിങ്ങൾ എന്താണോ സ്റ്റേറ്റ്മെന്റ് പറയാനുള്ളത് അത് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്നെ ഇസ്രായേൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ ഇസ്രായേൽ ചെയ്യുന്നത് ഇന്റർനാഷണൽ ലോയുടെ വയലേഷൻ ആണെന്നൊക്കെയാണ് പുള്ളിക്കാരത്തെ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞത്. അതൊക്കെ കഴിഞ്ഞ് ഗ്രേറ്റ തൻബർഗിനെ കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി അവരുടെ റിലീസിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ മറുപടി കൂട്ടുന്നുണ്ട്. അതൊക്കെ ഒരു സൈഡിൽ നടക്കുന്നെങ്കിലും ഈ ബോട്ടിൽ വന്ന ഇത്രയും ആൾക്കാരെയും ഇസ്രായേൽ സേഫ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത. Everybody hands up! Hands up! Show me your hands! Everybody! Close your eyes and put your passport into the table. Do not touch your phones. Hands up and face down. What are you doing, Mr. What? ഈ ഫ്ലോട്ടില പരാജയപ്പെട്ട ഉടനെ ഈ ബ്രദർഹുഡ് അനുകൂലികളായിട്ടുള്ള കുറേ രാജ്യങ്ങളുണ്ടല്ലോ, പ്രധാനമായിട്ട് തുർക്കി ഗ്ലോബൽ സമുദ് ഫ്ലോട്ടിലാക്കി എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ, ഈ ഇസ്രായേൽ കയറുന്ന ബോട്ടുകൾ, അവർ ക്യാപ്ചർ ചെയ്യുന്ന ബോട്ടുകൾ, അവർ അറസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ, ഇതിനെക്കുറിച്ചുള്ള വീഡിയോ എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ ഡൊമൈനിൽ അവൈലബിൾ ആണ്. ഇനി എന്ത് തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ആണ് തുർക്കി നടത്താൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയത്തില്ല. ഈ ബോട്ടുകളെ അറസ്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് യുണൈറ്റഡ് നേഷൻസിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇസ്രായേലാണ് ഇന്റർനാഷണൽ ലോ വയലേറ്റ് ചെയ്തതെന്നും അവർ ഇന്റർനാഷണൽ ബോർഡറിന്റെ ആ ഒരു ഏരിയയിൽ തന്നെ വന്ന് ഈ ബോട്ടുകളെ അവർ ആക്രമിച്ചു അല്ലെങ്കിൽ അവർ കസ്റ്റഡിയിലെടുത്തു എന്നൊക്കെയാണ് പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് യുണൈറ്റഡ് നേഷൻസ്. പക്ഷേ അതേസമയം ഇസ്രായേലിന് പറയാനുള്ളത് ഇത് ശരിക്കും ഹമാസിന്റെ ഫണ്ടിങ് ത്രൂ വരുന്ന ബ്രദർഹുഡിന്റെ ആ ഒരു സപ്പോർട്ടിൽ വരുന്ന ബോട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ക്യാപ്ചർ ചെയ്യാനും ഇതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. പിന്നെ ഇതൊരു വാർ സോണാണ്, ഇവിടെ വാർ സോണിൽ വന്നിട്ട് ആര് വന്നാലും ഞങ്ങൾ അതിനെ എതിർക്കും എന്നുള്ള രീതിയിലാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തുർക്കി, സ്പെയിൻ, ഇറ്റലി ഈ 3 രാജ്യങ്ങളിലും അതിരൂക്ഷമായ നിലയിലുള്ള പ്രതിഷേധം, അതായത് ഈ ബോട്ടുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ബോട്ട് ഇസ്രായേൽ അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഈ ബോട്ടിലുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇറ്റലി, സ്പെയിൻ പോലത്തെ രാജ്യങ്ങളുടെ വാർഷിപ്പുകൾ കൃത്യമായ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തില്ല എന്നതിനെ ചൊല്ലിയാണ്
ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഈ രാജ്യങ്ങളിലേക്ക് അലയടിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഈ ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞ ആ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഈ പ്രതിഷേധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഖത്തർ അമീറും ട്രംപുമാണ് ഇരുന്ന് ഇങ്ങനെ തകൃതിയായിട്ട് സൈൻ ചെയ്യുന്നത്. ഇവർ സൈൻ ചെയ്യുന്ന പറഞ്ഞാൽ ഈ 21 പോയിന്റ് അടങ്ങുന്ന ഈ ട്രംപ് മുന്നോട്ട് വെച്ച ഈ ഒരു ബോർഡ് ഓഫ് പീസ് എന്ന് പറഞ്ഞ ആ ഒരു അക്കോർഡിലാണ് ഇവർ സൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രാഥമികമായിട്ട് ഖത്തർ മുന്നോട്ട് വെച്ചിരുന്നത് 3 മാസം സമയം വേണം ഈ ബന്ദികളെ മോചിപ്പിക്കാൻ. അപ്പോൾ ഈ 3 മാസം കൊണ്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവും. ആ രീതിക്കാണ് ആദ്യം സംസാരിച്ചിരുന്നത്. പക്ഷേ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുവാണ് ഈ 3 മാസം എന്നുള്ളത് 72 അവേഴ്സിൽ ഇസ്രായേലിന്റെ ബന്ദികളെ മൊത്തം മോചിപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രോസസ്സിംഗ് ഇമീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ഒരു കൺസെന്റ് കൊടുത്തത്. അപ്പം ഈ 72 അവേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ടാഗ്, ഈ 72 അവേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു സമയം ബെഞ്ചമിൻ നെതന്യാഹുവാണ് നിശ്ചയിച്ചത്. ഇത് ഖത്തറും അതിനോടനുബന്ധിച്ചുള്ള ആ ഒരു സംസാരത്തിൽ ഇടപെട്ടിരുന്ന ആ ഒരു ചർച്ചയിൽ ഏർപ്പെട്ടിരുന്ന ആ ടീം അംഗങ്ങളും നിരുപാധികം ഇതിന് സമ്മതം മൂളുകയായിരുന്നു. ഒരു രീതിയിലുള്ള ക്രോസ് കൗണ്ടർ ചർച്ചകളൊന്നും തന്നെ അവിടെ നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു 72 അവേഴ്സ്, അതായത് 3 മാസം എന്ന് പറഞ്ഞിരുന്നത് 90 ഡേയ്സ് എന്ന് പറഞ്ഞിരുന്നത് 72 അവേഴ്സ് ആയിട്ട് മാറ്റിയത് ബെഞ്ചമിൻ നെതന്യാഹുവാണ്. ഇതിൽ 2 ട്രിക്കാണുള്ളത്. ഒന്ന്, 90 ദിവസത്തേക്ക് ഈ യുദ്ധം ഇങ്ങനെ നീണ്ടു കൊണ്ടുപോകാൻ നെതന്യാഹു ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത്, 72 അവേഴ്സിൽ ഇതിന്റെ ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായ രീതിയിൽ ഗാസയ്ക്കുള്ളിൽ ആക്രമണം നടത്താൻ സാധിക്കും. അപ്പോൾ ഈ 2 ഓപ്ഷനാണ് ഇതിനകത്ത് നെതന്യാഹു വെച്ചത്. വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഖത്തർ വീണ്ടും അമേരിക്കയുമായിട്ട് സംസാരിച്ചിട്ട് ഈ 72 അവേഴ്സ് എന്നുള്ളതിൽ കുറച്ച് ഫ്ലെക്സിബിലിറ്റി വേണം. ഹമാസ് അവർ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അറബ് രാജ്യങ്ങൾക്കിടയിൽ 2 ചേരികളായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ട് ഒരു ഡീൽ സൈൻ ചെയ്തല്ലോ, ന്യൂക്ലിയർ അംബർല എന്ന് പറഞ്ഞിട്ട്. അവിടെ തൊട്ട് തന്നെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സൗദി അറേബ്യയുടെ എനിമി ആരാണ്? പാകിസ്ഥാൻ, ഇന്ത്യ, അമേരിക്ക, അതൊക്കെ വിടും. മിഡിൽ ഈസ്റ്റിൽ സൗദി അറേബ്യയുടെ ഓപ്പോണന്റ് ആയിട്ട് നിൽക്കുന്ന, സൗദി അറേബ്യയെ എതിർക്കുന്ന ആൾക്കാർ ആരാണ്? സൗദി അറേബ്യയെ ബോധർ ചെയ്യുന്നത് 2 ആൾക്കാരാണ്. അതിലൊന്ന് ഇറാൻ, രണ്ടാമത് യമനിലെ ഹൂത്തികൾ. ഇത് രണ്ടുമാണ് സൗദി അറേബ്യയ്ക്ക് ഭീഷണി. എന്നാൽ പാകിസ്ഥാന്റെ ഡിപ്ലോമസി എങ്ങനെ വർക്ക് ചെയ്യും? പാകിസ്ഥാൻ ആണെങ്കിൽ ഇറാനൊപ്പം ഒരു സൈഡിൽ ഭയങ്കരമായിട്ട് സഹകരിക്കുന്ന ആൾക്കാരുമാണ്. അതേസമയം സൗദി അറേബ്യയുമായിട്ട് ഇപ്പോൾ ഡീലൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. ഈ സുന്നി വിഭാഗത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പാകിസ്ഥാൻ സുന്നി വിശ്വാസികളായിട്ടുള്ള വഹാബിസത്തിൽ ഊന്നി നിൽക്കുന്ന സൗദിയുടെ ഒപ്പം നിൽക്കുമോ, ഇല്ലെങ്കിൽ ഷിയ ഭരണകൂടമായിട്ടുള്ള ഇറാനോടൊപ്പം നിൽക്കുമോ? അപ്പൊ ഇത് വലിയ ചോദ്യചിഹ്നമാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ ഇത് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനും സൗദി അറേബ്യയും ഇങ്ങനെ ഒരു സൈൻ ചെയ്തതോടുകൂടി ഇറാൻ അവരുടെ ഒരു സപ്പോർട്ടായിട്ടിരുന്ന ഒരു പാകിസ്ഥാൻ അത് അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ബോധ്യം അവർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 2 ചേരികളാണ്. ഇപ്പൊ ഖത്തർ ആരെ സപ്പോർട്ട് ചെയ്യും? ഖത്തർ തീർച്ചയായിട്ടും ഇറാനെയും ഹൂത്തികളെയും ഹമാസിനെയും ഇതേപോലെ ബ്രദർഹുഡ് ഐഡിയോളജി എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഈ ഖത്തറിനെ തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് സാങ്ഷൻ ചെയ്ത് വെച്ചിരുന്നത്, തീവ്രവാദികൾക്ക് ഫണ്ട് കൊടുക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ. അപ്പൊ ഇവിടെ വളരെ വ്യക്തമാണ്, ഇവിടെ പിക്ചർ വളരെ വ്യക്തമാണ്. തുർക്കി, ഖത്തർ, ഇറാൻ ഇവരുടെയൊക്കെ നിലപാടുകൾ വളരെ വ്യക്തമാണ്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അമേരിക്കൻ ചേരിയിലുള്ള രാജ്യങ്ങളുടെ നിലപാടും വളരെ വ്യക്തമാണ്. ഇപ്പൊ ശരിക്കും ഖത്തർ അമേരിക്കയുമായിട്ട് കൂടുതൽ എഗ്രിമെന്റുകൾ, കരാറുകൾ ഒപ്പുവെക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ വരുന്നത് സൗദിയും ഖത്തറും തമ്മിൽ ഒരു മത്സരം തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. സൗദി അറേബ്യ അമേരിക്കയുമായിട്ടുള്ള ആ ഒരു വെപ്പൺസ് ഡീൽ കുറച്ച് ഡിലേ ചെയ്യാണ്. 160 ബില്യന്റെ ഒരു ഡീലാണ് ഉദ്ദേശിച്ചിരുന്നത്. ആ ഡീൽ കുറച്ച് സ്ലോ ഡൗൺ ആവുകയാണ്. പക്ഷെ അതേസമയം ഖത്തർ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അറബ് ലീഗ് സ്പ്ലിറ്റഡ്, അതാണ് ഇപ്പം പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അപ്പോൾ ഒരു അറബ് ലീഗ് ടീം കംപ്ലീറ്റ് ഇസ്രായേൽ അമേരിക്കയോടൊപ്പം, മറ്റൊരു അറബ് ലീഗ് ശരിക്കും പറഞ്ഞാൽ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇതിൽ ചില രാജ്യങ്ങൾ മാത്രം എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ കാല് വെക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ചിലർ 2 വെള്ളത്തിലും കാല് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുന്ന ട്രംപിന്റെ അവിടെ പോവാം, അമേരിക്കയിലേക്ക്. ട്രംപ് 2 ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിട്ടും ഡെമോക്രാറ്റിക് പാർട്ടിക്ക് എതിരെയാണ് ഇട്ടിരിക്കുന്നത്. അതായത് ഡെമോക്രറ്റുകൾക്ക് കുറച്ച് കൂട്ടാളികളുണ്ട്. അവര് ഈ രാജ്യത്തിന് ഒരു രീതിയിലും ഗുണം ചെയ്യാത്ത, ഈ രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യാത്ത വ്യക്തികളാണ്. അവർക്ക് അനധികൃതമായ രീതിയിലുള്ള ചില വഴിവിളച്ച ബന്ധങ്ങളുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇല്ലീഗൽ എമിഗ്രന്റുകളെ വർദ്ധിപ്പിക്കാനും അവർക്ക് തോന്നിയ വാസം തോന്നുന്ന ആൾക്കാർ അമേരിക്കയുടെ ഉള്ളിലേക്ക് കടന്നു കയറാനും വഴിയൊരുക്കും എന്നാണ് ആ ഒരു പോസ്റ്റ്. രണ്ടാമത്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ക്രിറ്റിസിസം എന്ന് വേണമെങ്കിൽ പറയാം. അതെന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ ഈ ഒരു ബില്ല് പാസ്സാക്കാൻ വിടുന്നില്ലല്ലോ. ഈ ബില്ല് പാസ്സാക്കാൻ വിടാത്തത് കൊണ്ട് തന്നെ, ഈ ഓപ്പറേഷണൽ ബില്ല്, ആ ബില്ല് പാസ്സാക്കാത്തത് കൊണ്ട് തന്നെ അതിലേക്കുള്ള ഒരു വിഷമം. അതായത് നിങ്ങൾ എനിക്ക് നല്ല ഓപ്പർച്യൂണിറ്റി തന്നിരിക്കുകയാണ്, ഇത് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ്. കാരണം ഇത്രയും ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടുമ്പോഴത്തേക്കും ഏതാണ്ട് 1 ലക്ഷം ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടുന്നതാണ് കണക്ക്. അതായത് ഈ വോളണ്ടറി റിട്ടയർമെന്റ് എന്നുള്ള ഒരു പദ്ധതിക്ക് കീഴിൽ ഇത്രയും ആൾക്കാർ റിസൈൻ ചെയ്യപ്പെടും. ഇത്രയും ആൾക്കാർ ഇമീഡിയറ്റ് ആയിട്ട് ജോലി നിർത്തും. അതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പൊ ഇന്ന് വരെ ഏതാണ്ട് 36,000 പേര് അമേരിക്കയിൽ ഫെഡറൽ ഉദ്യോഗസ്ഥർ 36,000 പേര് ജോലിയിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ്. അപ്പൊ അതായത് ഇങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത്രയും ആൾക്കാരുടെ ആ ഒരു റെസിഗ്നേഷൻ വരുമ്പോഴത്തേക്കും ആ ഒരു എമൗണ്ട് സർക്കാരിന്റെ ഖജനാവിന് ലാഭമാണ് എന്നുള്ള നിലയിലാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു കാര്യം മനസ്സിലാക്കണം, ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റ് പൗരന്മാർക്ക് കൊടുക്കുന്ന ജോലി അത് വെറും ജോലി മാത്രമല്ല, അത് മണിയുടെ ഒരു ഇന്റർണൽ റൊട്ടേഷൻ കൂടിയാണ്. ഇപ്പൊ അമേരിക്കൻ പൗരന്മാരായിട്ട് അമേരിക്കയുടെ ഉള്ളിൽ ഫെഡറൽ ഉദ്യോഗസ്ഥരായിട്ടിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ആ പൈസ ആ രാജ്യത്ത് തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റി മീൻസ് ആ രാജ്യത്തിന്റെ മണി റൊട്ടേഷൻ കൂടിയാണ്.
ട്രംപ് ശരിക്കും ക്യാപിറ്റലിസത്തിനെ തന്നെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന രീതിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പൊ ഇത്രയും ആൾക്കാരുടെ ജോലി പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലാഭം കിട്ടും. അപ്പോൾ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ ആദ്യം വിചാരിച്ചിരുന്നത് ഈ വർക്കുകളെല്ലാം പ്രൈവറ്റൈസേഷൻ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ പ്രൈവറ്റൈസേഷൻ ചെയ്താലും ആ കമ്പനികൾക്കും പേയ്മെന്റ് കൊടുക്കേണ്ടതാണ്. അല്ലാതെ പ്രൈവറ്റ് കമ്പനി വെറുതെ ഫ്രീ ആയിട്ട് ആൾക്കാരെ ഹയർ ചെയ്ത് പണിയെടുപ്പിക്കില്ലല്ലോ. ഈ പ്രൈവറ്റ് കമ്പനിയുമായിട്ട് ഡീൽ ചെയ്യുമ്പോഴത്തേക്കും ഈ സാലറി പാക്കേജ് നെഗോസിയേഷൻ ഒക്കെ ഈ പ്രൈവറ്റ് കമ്പനികളാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ വേറെയും കുറേ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കേണ്ടി വരത്തില്ല. അപ്പോൾ പ്രൈവറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രൈവറ്റ് കമ്പനിയിൽ എന്തൊക്കെയാണ് ആനുകൂല്യങ്ങൾ അത് മാത്രമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആ രീതിയിൽ സർക്കാരിന് കുറച്ച് കോസ്റ്റ് കട്ടിംഗ് ഒക്കെ ചെയ്യാം. പക്ഷേ അതൊക്കെ ഗ്രാജുവൽ പ്രോസസ്സാണ്. അതിനിപ്പോൾ ഇത്രയും ആൾക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നില്ല. അത് ഗ്രാജുവലി ഒരു പ്രൈവറ്റ് കമ്പനിയെ ഹയർ ചെയ്തിട്ട് ഈ എംപ്ലോയീസിനെ എല്ലാം അങ്ങോട്ട് മാറ്റിയാലും മതി. ഇതുപോലത്തെ പ്രൈവറ്റൈസേഷൻ ഒക്കെ ഗൾഫ് രാജ്യങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പല രാജ്യങ്ങളിലും നടത്താറുണ്ട്. അത് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ എംപ്ലോയിയുടെ പ്രൊഫൈൽ എല്ലാം ക്ലീൻ ആയിട്ട് തന്നെ മാറ്റിക്കൊണ്ട് ഒരു സെറ്റിൽമെന്റ് കൊടുത്തിട്ട് വളരെ ഗ്രാജുവൽ ആയിട്ട് തന്നെ നെക്സ്റ്റ് മന്ത് മുതൽ നിങ്ങളുടെ സാലറി പ്രൈവറ്റിലായിരിക്കും എന്നുള്ള രീതിയിൽ പ്രയർ നോട്ടീസ് കൊടുത്ത് മാറ്റുന്ന പല പരിപാടികളുണ്ട്. അതിനിപ്പോൾ ഈ രീതിയിൽ കോലാഹലം സൃഷ്ടിക്കേണ്ട ഒരു ആവശ്യമില്ല. എനിവേ, അത് ഈ HR-യുമായിട്ട് ബന്ധപ്പെട്ട് ഈ 360 HR-നെ കുറിച്ചൊന്നും ഒരു ഐഡിയയും ഇല്ലാത്ത ആൾക്കാർ ചെയ്യുന്ന കുറച്ച് പരിപാടികളാണ് ഇപ്പോൾ ട്രംപ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിലുള്ള HR മാനേജ്മെന്റും ഇല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം. 2018 ട്രംപ് ഭരണകൂടം പൊസിഷനിൽ ഇരുന്ന സമയത്ത് ഇതേപോലെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിട്ടുണ്ട്. ഗവൺമെന്റ് ഷട്ട് ഡൗൺ നേരിട്ടിട്ടുണ്ട് അമേരിക്ക. ആ സമയത്ത് ഏതാണ്ട് 35 ദിവസമാണ് ഈ ഒരു ഗവൺമെന്റ് ഷട്ട് ഡൗൺ ഉണ്ടായിരുന്നത്. ഗവൺമെന്റിനുണ്ടായ റവന്യൂ ലോസ് $11 ബില്യൺ ആയിരുന്നു. 11 ബില്യൺ. ഇത്തവണ 2025 എസ്റ്റിമേറ്റഡ് $20 ബില്യൺ ടു $38 ബില്യൺ. അതായത് $20 to $40 ബില്യൺ ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ എത്രമാത്രം മണ്ടത്തരമായിട്ടുള്ള തീരുമാനങ്ങളാണ്. ഒരു ഗവൺമെന്റ് ഷട്ട് ഡൗൺ ആകാന്ന് പറഞ്ഞാൽ ഈ സെപ്റ്റംബർ മാസം എല്ലാ വർഷവും 30-ാം തീയതി ഇങ്ങനെ ഒരു ബില്ല് പാസ്സാവേണ്ടതാണ്. അപ്പോൾ ട്രംപ് വിചാരിച്ചു വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ബില്ല് പാസ്സാകും എന്നുള്ളത്. പക്ഷേ ആശാൻ ഇതിന് മുമ്പ് തന്നെ ഒരു ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലണ്ടർ കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചില ബില്ലുകളെയൊക്കെ എക്സ്ക്ലൂഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ ബില്ലുകൾക്കൊക്കെ റെസൊല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ട് വേണമായിരുന്നു ഇത്തരം ബോൾഡ് ആയിട്ടുള്ള തീരുമാനങ്ങളിലോട്ട് മുന്നോട്ട് പോകാൻ. ഈ സെപ്റ്റംബർ മാസം ഫസ്റ്റ് ഹാഫിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നീക്കുപോക്കുകളും നടത്തിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു ബില്ല് ചർച്ചയ്ക്ക് വരുന്നു പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിലാണ് ഇവർ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുകൾ മുന്നോട്ട് നീക്കിയത്. ശരിക്കും പറഞ്ഞാൽ സെനറ്റിനും കോൺഗ്രസിനും ഇത് ആദ്യമേ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് റിജക്ട് ചെയ്തിരുന്നെങ്കിൽ ആ വിഷയങ്ങളിലേക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള ഡിസ്കഷൻസിന് പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വളരെ ലാസ്റ്റ് മൊമെന്റിലാണ് ഈ ബില്ല് കൊണ്ടുപോയി സെനറ്റിൽ അവതരിപ്പിക്കുന്നത്. സെനറ്റിലും കോൺഗ്രസിലും US കോൺഗ്രസ് സെനറ്റിനേക്കാളും വളരെ പവർഫുൾ ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സെനറ്റിലും ഇത് പാസ്സായില്ല, അതേപോലെ തന്നെ കോൺഗ്രസിലും ഇതിന് അപ്രൂവൽ കിട്ടില്ല. ഇനി ഇതിനൊരു ബദൽ മാർഗം ഉണ്ടായിരുന്നു. ഇതിന് CR ബില്ല്, അതായത് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഈ ബില്ല് പാസ്സായില്ല എന്നുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ബില്ല് എന്നുള്ള നിലയിൽ, അതായത് പഴയ സാലറിയും കാര്യങ്ങളൊക്കെ എന്താണോ ഉണ്ടായിരുന്നത്, ഞങ്ങൾ ഈ പുതിയ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെതായിട്ടുള്ള ഒരു മാറ്റങ്ങളോ അമെൻമെന്റ്സോ ഒന്നും തന്നെ വരുത്തിയിട്ടില്ല. ഇതിനു മുമ്പ് സെനറ്റ് അപ്രൂവ് ചെയ്തിരുന്ന, അഥവാ US കോൺഗ്രസ് അപ്പർ ഹൗസ് ലോവർ ഹൗസ് രണ്ടും അപ്രൂവ് ചെയ്തിരുന്ന പഴയ ബില്ലുണ്ട്. ആ ബില്ല് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്റ്റൻഡഡ് പീരീഡിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു CR ബില്ല് പാസ്സാക്കാമായിരുന്നു. അതിനും ഇവിടെ സാധ്യതയില്ല. ആ ബില്ലും ലാസ്റ്റ് മൊമെന്റിൽ കൊണ്ട് അവതരിപ്പിച്ചപ്പോഴത്തേക്കും അതും പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ സെപ്റ്റംബർ 30 കഴിഞ്ഞു, 1-ാം തീയതിയായി, 2-ാം തീയതിയായി, ഇതുവരെ ബില്ല് പാസ്സാക്കാൻ പറ്റിയിട്ടില്ല. 32,000 മുതൽ 36,000 പേര് വരെ ജോലി നഷ്ടപ്പെട്ട് വീട്ടിൽ പോയിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് ഗവൺമെന്റ് ഷട്ട് ഡൗൺ ചെയ്ത അവസ്ഥയിലാണ്. ഇതിനകത്ത് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലകൾ മാത്രം പ്രവർത്തിക്കും. പാസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യത്തില്ല. ഫെഡറൽ ഗവൺമെന്റിന്റെ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ പ്രവർത്തിക്കത്തില്ല. അതുപോലെ തന്നെ ലോൺ, എഡ്യൂക്കേഷൻ ലോൺ, ബിസിനസ് ലോൺ ഉൾപ്പെടെയുള്ള ആ കാര്യങ്ങളൊന്നും തന്നെ നടക്കില്ല. ഫുഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു മേഖല പ്രവർത്തിക്കില്ല. ഇപ്പൊ ഇതിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ലോ എൻഫോഴ്സ്മെന്റ് പ്രവർത്തിക്കും, മിലിറ്ററി ആൻഡ് സെക്യൂരിറ്റി വിംഗ് പ്രവർത്തിക്കും, എയർ ട്രാഫിക് കൺട്രോൾ പ്രവർത്തിക്കും, പോസ്റ്റൽ സർവീസ് പ്രവർത്തിക്കും, മെഡിക്കൽ സർവീസസ്, അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പ്രവർത്തിക്കും. ഇത് മാത്രമായിരിക്കും പ്രവർത്തിക്കുക. വളരെ ലിമിറ്റഡ് ആക്സസ് ആണ് ഇതിനെല്ലാം തന്നെ ഉള്ളത്. ഇതിലെല്ലാം ഭീഷണി എന്ന് പറഞ്ഞാൽ സാലറി കട്ട്. ഈ ബില്ല് പാസ്സാക്കാത്തത് കൊണ്ട് തന്നെ സാലറി കിട്ടൂല. അതായത് ഒക്ടോബർ മുതൽ തന്നെ സാലറി വീഴൂല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ സാലറി ഇല്ലാതെ എങ്ങനെയാണ് പണിയെടുക്കുക? ഇത് പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും ദുരിതമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഫെഡറൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ അവസ്ഥ അമേരിക്കയിൽ. ഇതിന്റെ റവന്യൂ ലോസ് ഒരു സൈഡിൽ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ രാജ്യത്തിന്റെ എക്കോണമിയെ തന്നെ സ്ലോ ഡൗൺ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ അമേരിക്കയിൽ. ശരിക്കും പറഞ്ഞാൽ ഒരു ദുരന്തം തന്നെയാണ്. അപ്പോൾ ആ ദുരന്തം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ ഈ മാസം ഇപ്പോൾ എത്ര നാൾ ഈ ഒരു ബില്ല് പാസ്സാകാതെ ഇങ്ങനെ നീണ്ടു പോകും. അത്രയും നാളും അമേരിക്കയുടെ ഉള്ളിൽ എക്കോണമി സ്ലോ ആയിരിക്കും. ഗവൺമെന്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ടാക്സ് റവന്യൂ അതിലും കുറവ് രേഖപ്പെടുത്തും. എല്ലാം കൊണ്ടും അമേരിക്ക ഉറങ്ങുന്ന ഒരു സാഹചര്യം. അതാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ട്രംപ് ഈ കുറച്ച് ആൾക്കാർ ജോലിയിൽ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്കുള്ള ശമ്പളം നമുക്ക് ലാഭമാണ് എന്നുള്ള നിലയിലുള്ള ട്വീറ്റൊക്കെ ഇട്ടുകൊണ്ട് ഈ അവസ്ഥ നീണ്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ട്രംപിന് കസേര ഒഴിഞ്ഞു കൊടുക്കേണ്ട സാഹചര്യം വരെ രൂപപ്പെട്ടേക്കാം. അത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്നാലും ട്രംപ് വളരെ ഹാപ്പി ആയിട്ട് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതിന്റെ വരും വരായികളെ കുറിച്ച് തീർച്ചയായിട്ടും ട്രംപിന് ബോധ്യം ഉണ്ടാവും, ഇല്ലാന്നില്ല. പിന്നെ വൈകാതെ തന്നെ ഡെമോക്രാറ്റുകളുമായിട്ട് ഇരുന്ന് സംസാരിച്ച് ഒരു അമിക്കബിൾ സൊല്യൂഷനിലേക്ക് എത്തും എന്നാണ് അമേരിക്കക്കാർ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറേ സമഗ്രമായ വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.